ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജനിച്ചത്. അച്ഛനൊരു ഓട്ടോ ഡ്രൈവറായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങള് പശുവിനെയൊക്കെ വളർത്തി പശുവിന്റെ പാല് വിറ്റിട്ടാണ് ജീവിച്ചിരുന്നത്. അപ്പൊ അവിടെ നിന്നാണ് പിന്നെ ഞാൻ എഞ്ചിനീയറായി. ഞാൻ ഡിപ്ലോമ ബിടെക് എഞ്ചിനീയറാണ്. എൻ്റെ അനിയൻ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അപ്പോൾ ഞാൻ ഡിപ്ലോമയും കൂടി പഠിച്ചതുകൊണ്ട് ഞാൻ അനിയന് ഏകദേശം ഒരേ സമയത്താണ് ബിടെക് പാസ് ഔട്ട് ആയത്. അപ്പോ പാസ് ഔട്ട് ആയി കഴിഞ്ഞതിന് ശേഷം സൗദിയിൽ ക്യൂസ് എഞ്ചിനീയർ ആയിട്ട് ജോലി കിട്ടി. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ബിടെക്കിന് പഠിക്കുമ്പോൾ ഒരു പ്രൊജക്ട് ചെയ്തിരുന്നു. അങ്ങനെ ആ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വേറെ ജോലിക്കൊന്നും പോയില്ല. ആ പ്രൊജക്ട് നമ്മൾ ഈ വാട്ടർ ലെവൽ കൺട്രോളർ എന്ന് പറഞ്ഞിട്ട് ഒരു മെഷീനായിരുന്നു. അതായത് ടാങ്കിൽ വെള്ളം തീർന്ന മോട്ടോർ ഓട്ടോമാറ്റിക് ഓൺ ആയിട്ട് നിറയുമ്പോൾ ഓഫ് ആവും എന്നുള്ളൊരു, അതിൽ തന്നെ കുറെ പ്രൊട്ടക്ഷനൊക്കെ വെച്ചിട്ടുള്ള ഒരു മെഷീൻ. അപ്പോൾ ആ പ്രൊജക്റ്റ് എന്തുകൊണ്ട് ആളുകളിലേക്ക് എത്തിച്ചുകൂടാന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനൊരു ടീമൊക്കെ ബിൽഡ് ചെയ്ത് വേറെ ജോലിക്കൊന്നും പോയില്ല. ബിടെക് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് കുറച്ചും കൂടി നല്ല രീതിയിൽ വീണ്ടും ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ അറിയാൻ വേണ്ടി വീണ്ടും ടീം ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ നടത്തി. ഞങ്ങൾ അതേപോലെ ഡയറക്റ്റ് സെയിൽസ് ഒരുപാട് നടത്തി. ഡയറക്റ്റ് തന്നെ ഇൻസ്റ്റാളേഷൻ ഞങ്ങളൊക്കെ തന്നെ പാർട്ട്ണർമാരൊക്കെ തന്നെ ഇറങ്ങി ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാക്കി. അങ്ങനെ ഏകദേശം 4-5 വർഷം എടുത്തു ഈ ഒരു പ്രൊഡക്റ്റ്. അതായത് ഈ മാർക്കറ്റിൽ ഓൾറെഡി കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും മികച്ച ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അതിലേറ്റവും ഒരു മികച്ച പ്രൊഡക്റ്റ് ഉണ്ടാക്കി. ഏകദേശം 5 വർഷം എടുത്തിട്ട് ഒരു മികച്ച പ്രൊഡക്റ്റ് ഞങ്ങൾ ഉണ്ടാക്കി. അതിപ്പോ ഓൾ കേരള ഡീലേഴ്സ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോ ഈ തുടക്കത്തിലാണ് പ്രൊഡക്റ്റ്. 4-5 വർഷം എടുത്തിട്ട് പല പല മോഡലുകൾ, ഏകദേശം 5ഓളം മോഡലുകളൊക്കെ ഞങ്ങൾ ഇറക്കി. അതിൽ ഏകദേശം 1000-800ഓളം കസ്റ്റമേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക്. എന്നിട്ടാണ് ഇപ്പൊ ഏറ്റവും മികച്ചതെന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു മികച്ചത് ഉണ്ടാക്കാൻ പറ്റില്ല. എന്നാൽ ഉള്ളതിൽ ഏറ്റവും നല്ലത്, അത് മാർക്കറ്റിൽ ഉള്ളതിൽ ഏറ്റവും നല്ലത് എന്നുള്ള രീതിയിലേക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുത്തു. അത് ഞങ്ങള് ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റിന്റെ പിന്നിൽ മാത്രമാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തി ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിലേക്ക് എത്തിയത്. അപ്പോ ഈ പ്രൊഡക്റ്റ് മാത്രമല്ല, നമുക്ക് വേറെ പുതിയ പ്രൊഡക്റ്റുകളും ഉണ്ടാക്കാം. പക്ഷെ ഞങ്ങൾ ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തത് ഇതിന്റെ ഒരു ഫ്യൂച്ചർ കണ്ടിട്ടാണ്. അതായത് ഇപ്പൊ നമുക്ക് ഒരു വീട് വെക്കുമ്പോ ഫാനും മിക്സി ഒക്കെ വേണമല്ലോ. അതേപോലെ ഇപ്പൊ വെള്ളത്തിന്റെ ലഭ്യത ഇങ്ങനെ കുറഞ്ഞു വരുന്നത് കൊണ്ടും ടെക്നോളജി ഇങ്ങനെ കയറി വരുന്നത് കൊണ്ടും എന്തായാലും ഭാവിയിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഇല്ലാണ്ട് ഒരു വീടും ഒരു സ്ഥാപനവും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും മികച്ച ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ, മാർക്കറ്റിലുള്ള പല പ്രൊഡക്റ്റിലും ഒട്ടുമിക്ക എല്ലാ പ്രൊഡക്റ്റിലും ഒരുപാട് കംപ്ലൈൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ പരിഹരിച്ചിട്ടാണ് ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് ഡെവലപ്പ് ആക്കി എടുത്തത്. അതുകൊണ്ടാണ് ഒരു പ്രൊഡക്റ്റിന്റെ പിന്നിൽ തന്നെ ഞങ്ങൾ 4-5 വർഷം കഷ്ടപ്പെട്ട് ഇങ്ങനെ ആക്കിയെടുത്തത്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റും പിന്നെ ഈ കമ്പനി ഹാർഡ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയാണ്. അപ്പൊ ഞങ്ങൾ മറ്റ് പ്രൊജക്ട് വേറെ കമ്പനികൾക്ക് വേണമെങ്കിൽ മറ്റ് പ്രൊഡക്റ്റുകൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് എൻ്റെ കമ്പനി എന്ന് പറയണത്. അപ്പൊ എനിക്ക് 4-5 പാർട്ട്ണർമാരുണ്ട്. അപ്പൊ ഈ കമ്പനി ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നതിന്റെ ഇടയിലാണ് ഞാൻ ഈ PG പഠിക്കുക എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തിയത്. അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കമ്പനീനെ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ മാർക്കറ്റിംഗ് പരമായുള്ള കാര്യങ്ങൾ അറിയുക എന്നുള്ളതാണ്. നമ്മൾക്ക് നമ്മുടെ ഐഡിയയിൽ വരുന്ന മാർക്കറ്റിംഗ് ചിന്താഗതിയേക്കാളും കൂടുതൽ ഓൾറെഡി പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന മാർക്കറ്റിംഗ് എങ്ങനെയായിരിക്കും അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടും ഒരു കമ്പനീനെ എക്സ്പാൻഡ് ചെയ്ത് ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ PG പഠിക്കുക എന്ന് വിചാരിച്ചത്. അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്. പിന്നെ ലേൺവേസിലെ ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സപ്പോർട്ടാണ്. സപ്പോർട്ടിനൊക്കെ നിമിഷ മാഡത്തിന്റെ അടുത്ത് നന്ദിയുണ്ട്. അതേപോലെ ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അത് നല്ല രീതിയിൽ എനിക്ക് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അതില് ഹാപ്പിയാണ്. പിന്നെ കരിയർ ഗോൾ എന്ന് പറയുമ്പോൾ നമ്മളെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കമ്പനീനെ ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റുമ്പോഴാണ് ഞങ്ങൾ ഇത്രയും കാലം നിന്നത്. ഇപ്പൊ ആ ഒരു പ്രൊഡക്റ്റ് ഒരു മികച്ച പ്രൊഡക്റ്റ് ആക്കി കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ അടുത്ത പ്രൊഡക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ബെഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്.
അതതിന്റെ പിന്നാലെ ഞങ്ങളെ ഇറക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഈ കമ്പനീനെ ഒരു ടെക് കമ്പനിയാണ്, ഹാർഡ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയാണ്. ഇതിനെ ആദ്യം കേരളം മൊത്തത്തിലേക്ക് എത്തിക്കണം, അത് കഴിഞ്ഞ് ഇന്ത്യ മൊത്തത്തിലേക്ക് എത്തിക്കണം, അത് കഴിഞ്ഞ് ഇന്ത്യക്ക് പുറത്തേക്കും കൊണ്ടുപോകണം. അതാണ് മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കേരളത്തിൽ മൊത്തം എത്തിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ ഈ കൊല്ലം നടക്കും എന്തായാലും. അത് കഴിഞ്ഞ അടുത്ത കൊല്ലം തൊട്ട് കേരളത്തിന് പുറത്തേക്കും അതേപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തേക്കും ഞങ്ങളുടെ പ്രൊഡക്റ്റുകളും അതേപോലെ സർവീസും എത്തിക്കുക എന്നതാണ് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. ആ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അത് പഠിക്കണത്.